ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നല്ല മഴയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്കൊരു പൈനാപ്പിൾ പച്ചടിൻ്റെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ പൈനാപ്പിളൊക്കെ ഒന്ന് തൊലി കളഞ്ഞു കണ്ടെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്യണം കേട്ടോ. തൊലി കളയാൻ പാകത്തിന് വേഗമാണ് നമുക്കിങ്ങനെ ചെയ്താൽ. മറ്റതൊന്നായിട്ട് കളയുമ്പം കുറേ അതിൻ്റെ പീസ് പോവും ചെയ്യും. ഇങ്ങനെ ആകുമ്പം നല്ല എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് പച്ചടിക്ക് ഒരു മത്തൻ്റെ പീസും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഈ മത്തൻ്റെ ചെറിയൊരു കഷ്ണം മത്തം മതി, അതിൻ്റെ പീസും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായി മാറും പൈനാപ്പിൾ പച്ചടി. അങ്ങനെ ഞാൻ ഈ മത്തത്ത് വന്ന് ഒരു പീസ് എടുത്തുകൊണ്ട്, ചെറിയ പീസാണ് കേട്ടോ, അതിൻ്റെ ഒരു കാൽ ഭാഗം തന്നെ ഇല്ല കണ്ടോ, ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞുകൊണ്ട് അതും ചേർക്കാം. അപ്പോൾ ഒരു മൺചട്ടിയൊക്കെ കഴുകി അടുപ്പത്ത് വെച്ച് വയ്ക്കുക. നമ്മളെ പൈനാപ്പിൾ കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുക. പിന്നെ നമ്മൾ മത്തൻ്റെ പീസ് കട്ട് ചെയ്തത് അത് ഇട്ടുകൊടുത്തു കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര അതും കൂടി ഇട്ടെടുത്തിട്ട് പിന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്കൊന്ന് അടച്ച് വെച്ചുകൊണ്ട് വേവിക്കാം. അപ്പോൾ ഇതിലൊരു സംഭവം ഇട്ടെടുക്കാൻ മറന്നിക്കണം കേട്ടോ. പാകത്തിന് ഉപ്പ് ലാസ്റ്റാണ് ഇട്ടെടുത്തത്. നമുക്കൊന്ന് അടച്ച് വെച്ചുകൊണ്ട് വേവിക്കാം. പൈനാപ്പിളൊക്കെ വേവണ സമയം കൊണ്ട് നമുക്ക് ഇത് കരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഒരു പിടി തേങ്ങ, ഒരു 4 പച്ചമുളക്, 1 ടീസ്പൂണ് പച്ചക്കടുക് ഉണ്ടല്ലോ, അതേപോലെ 1 ടീസ്പൂണ് നല്ല ജീരകം, ഇതൊന്ന് ചതച്ചെടുക്കുക. തേങ്ങ ഞാൻ ചിരവാതെയല്ല ഇട്ടെടുത്തത്, അങ്ങനെ പൂണ്ടുങ്ങാണ്ടാണല്ലോ, അതുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തൈര്, പുളിക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ പുളിയൊക്കെ എത്ര നമുക്ക് ആവശ്യം നോക്കുക. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് തൈര് അതിൽ ഒഴിച്ചു കൊടുത്തേക്കണം. അപ്പോൾ ഒന്ന് അരച്ചുകൊണ്ട് വരിക. നമ്മളെ പൈനാപ്പിളൊക്കെ വെന്തിക്കണമെന്ന് നോക്കുക. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കിയിട്ടോ. അപ്പോൾ വെന്തിട്ടൊന്നുമില്ല. അപ്പോൾ ഒന്ന് 2-3 പ്രാവശ്യമായിട്ട് നമുക്കൊന്ന് ഇളക്കി അടച്ച് വെച്ചുകൊണ്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 1/2 വേവാകുമ്പോൾ നമുക്കൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വെച്ചുകൊണ്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുക. അപ്പോൾ ഈ പൈനാപ്പിളിനും മത്തനൊന്നും അധികം വേവില്ലല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ പൈനാപ്പിളും മത്തനൊക്കെ സെറ്റ് ആയിക്കണം കേട്ടോ. അപ്പം നമുക്ക് അരച്ച് വെച്ച അരപ്പയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളത്തിൽ മിക്സിൻ്റെ ജാറൊന്ന് ചുഴറ്റിങ്ങാണ്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. കുറച്ച് ഗ്രേവി പോലെ ആവും വേണം. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ചെക്ക് ചെയ്യണം ഉപ്പിട്ടിക്കണോന്ന്. അപ്പോഴാണ് സംഭവം ഉപ്പിട്ടിട്ടില്ലല്ലോ എന്ന് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഉപ്പും കൂടി ഇട്ടെടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ പൈനാപ്പിൾ പച്ചടി. നമ്മൾ ഓണൊക്കെയാണല്ലോ, അപ്പോൾ എല്ലാവരും പൈനാപ്പിൾ കിട്ടുമ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടായാലും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് വറവിട്ടെടുക്കാം. അപ്പോൾ കടുക് പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. വെളിച്ചെണ്ണയിൽ തന്നെ ആവണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ കടുക് ഇട്ടെടുത്തു. പിന്നെ കറിവേപ്പിൻ്റെയും വറ്റൽമുളകും ഇതിട്ട് കണ്ട് നമുക്കൊന്ന് വറവിട്ടെടുക്കാം. അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.